നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. യാഷിൻ്റെ ഒരു സിനിമയിലെ KGF എന്ന സിനിമയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് പോലെ വന്നു 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 ഇതാ മുഹമ്മദ് റിയാസിൻ്റെ തള്ളു വന്നു. എങ്ങനെയാണ് ഇതിലേക്ക് തള്ളിമറിക്കാൻ ഒരു അവസരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിൻ്റെ വകുപ്പല്ലല്ലോ തുറമുഖ വകുപ്പ്. സാധാരണഗതിയിൽ കേരളത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ, അതായത് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സംഗതികളൊക്കെ കൊണ്ടുവരുമ്പോൾ ലോകത്തിലാദ്യം മാതൃകാപരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്ലെക്സും ഒക്കെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ അമ്മയച്ചനും മുഖ്യമന്ത്രിയായ പിണറായിയുടെയൊക്കെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഭയങ്കര തള്ളിവരക്കലായിരുന്നു. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പ് വരുന്നു, എങ്ങനെ ഇതിൽ ഒന്ന് തള്ളിമറിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ താഴെ സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷത്തിനെയൊക്കെ വിമർശിച്ചുകൊണ്ട്, ഇവരുടെ പഴയ ദേശാഭിമാനി പത്ര കട്ടിങ്സൊക്കെ വെച്ചിട്ട് ഇവരെ വിമർശിച്ചുകൊണ്ട് തിരിച്ച് കമൻറ്റ് വരുമല്ലോ. അപ്പോൾ അതിന് മറു കമൻ്റായിട്ട് അടിച്ചിരിക്കുന്ന ഒരു ഡയലോഗാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. PA മുഹമ്മദ് റിയാസ് നോക്കൂ. ഇടതുപക്ഷത്തിൻ്റെയും ഇടതുമുന്നണി നേതൃത്വം നൽകിയ സർക്കാരുകളുടെയും ജാഗ്രതയോടുകൂടിയ നിരന്തര പോരാട്ടത്തിൻ്റെയും ഇടപെടലുകളുടെയും വിജയമാണ് തീരത്ത് അടുക്കുന്ന വിഴിഞ്ഞമെന്ന വിജയഗാഥ. ഏതാണ്ട് 558 പേരോളം അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ നോക്കൂ, 327 പേരോളം ഹാ സ്മൈലിയാണ് അടിച്ചിരിക്കുന്നത്. ഒരു മന്ത്രിക്ക് ജനത കൊടുക്കുന്ന സ്വീകരണമാണ്. അതിൽ നിന്ന് കൂടുതലൊന്നും പറയേണ്ടതില്ല. നമുക്കറിയാം, ഞാൻ നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞതാണ്, ദേശാഭിമാനിയിൽ ഇവർ കൊടുത്തിരുന്ന വാർത്ത ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള എന്ന പേരിലാണെന്ന് അവർ കൊടുത്തിരുന്നത്. അന്ന് അദാനി അവർക്ക് ബൂർഷയായിരുന്നു. ഇന്ന് അതേ അദാനി തന്നെ AK സെൻറ്ററിൽ വന്ന് ചർച്ച ചെയ്ത സഖാവ് അദാനിയാണ്. അതിനാൽ തന്നെ ലോകത്ത് എത്ര അദാനിമാർ ഉണ്ട് എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മാറിയ കാലഘട്ടത്തിലാണ്. പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആളുകൾക്ക് ഓർമ്മയുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതൊക്കെ ഈ ഭൂഷ്വാസികൾ കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞ് ക്യാപ്സൂൾ ഇറക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. പണ്ട് ദേശാഭിമാനിയിൽ ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വലിച്ചലക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കി ചിരിക്കത്തേയുള്ളൂ. ഇനി ഈ മുഹമ്മദ് റിയാസിലേക്ക് തന്നെ വരാം. ഇവിടെ ഒരു പുതിയ കാര്യം സംഭവിക്കുന്നു, നല്ല കാര്യം. ജനങ്ങൾക്ക് അത് ഗുണമുണ്ടാവുമെങ്കിൽ, ഭാവിയിൽ സർക്കാരിനും അത് ഗുണമുണ്ടാവുമെങ്കിൽ, ഈ ഭാവിയിൽ എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം 2080 ഇത് 2024 ആയിട്ടുള്ളൂ. 2080 ഈ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിൻ്റേതാവത്തുള്ളൂ. അതുവരെയുള്ള നടത്തിപ്പ് അവകാശം ഈ അംബാനിക്കാണ്. അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ 1% മറ്റോ എന്തോ ആണ് കേരള സർക്കാരിന് കിട്ടുന്നത്. അപ്പോൾ ഈ 2080 ഇത് പൂർണ്ണമായും കേരള സർക്കാരിൻ്റേതാവുള്ളൂ. ഇനി അതവിടെ നിൽക്കട്ടെ. PA മുഹമ്മദ് റിയാസിൻ്റെ ഈ തള്ളിമറിക്കൽ, അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വിജയതീരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടടിക്കുന്ന ഡയലോഗ് PR ആണ്. ഓക്കെ, സമ്മതിച്ചു. ഇത് വല്ലപ്പോഴും മാത്രം, അപൂർവമായിട്ട് മാത്രമാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി ഇതെല്ലാം സംഭവിക്കുന്നത് CPMൻ്റെ പരാജയപ്പെട്ട സമരങ്ങൾ കൊണ്ടാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. ഞാൻ ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തെ മാത്രം ഉദാഹരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് പുതിയതായിട്ട് 23ഓളം വിമാനത്താവളങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും അടക്കം. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് അഥവാ ഇവിടെയുള്ള കമ്മികൾ കളിയാക്കി വിളിക്കുന്ന UP ആണ്. ഈ UPയിൽ 23ഓളം, ഇപ്പോൾ മൊത്തം 25ഓളം വിമാനത്താവളങ്ങളുണ്ട്. അതത്ര കൂടുതലൊന്നുമല്ല അവിടെ, കാരണം 75 ജില്ലയുള്ള സ്ഥലമാണ് എന്ന് ഓർക്കണം. നമ്മുടെ ഇവിടെ ആകെ 14 ജില്ലയാണുള്ളത്, എന്നിട്ട് തന്നെ 4 ഉണ്ട്. ഇനി 5ാമതൊരെണ്ണം വരാൻ പോകുന്നു എന്ന് പറയുന്നു. അവിടെ 75ഓളം ജില്ലയുണ്ട്. അതുകൊണ്ട് തന്നെ അതത്ര കൂടുതലെന്ന് പറയാൻ ആവില്ല. 23ഓളം വിമാനത്താവളങ്ങൾ പണി പൂർത്തിയായതും ഇനി നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇനി 5ഓളം പുതിയ ഈ 5 കൂടെ കൂട്ടിയാൽ 6 എക്സ്പ്രസ് വേകളുണ്ട് അവിടെ. ഇനി ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവിടെ പുതിയ 5ഓളം എക്സ്പ്രസ് വേകൾ വന്നു കഴിഞ്ഞു. അതിൽ വലിയ ജംബോ ജെറ്റ് ഇറങ്ങുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ആർക്കും തർക്കിക്കാനാവില്ല. അവിടെ വരുന്നു IITകൾ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ. അങ്ങനെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തൊക്കെ പുതിയ സംഗതികളാണ് അവിടെ വന്നത്. പക്ഷേ നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അവിടുത്തെ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ
അവിടുത്തെ വകുപ്പ് മന്ത്രിയോ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളിമറിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനി ഗുജറാത്തിൻ്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഒരു വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറയുമ്പോൾ അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുദ്ര പോർട്ട് മറ്റുമൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്, അവർ അഭിമാനിക്കുന്നുണ്ട്. നമ്മളിവിടെ വാർത്തയാവുന്നത് അവിടെ നിന്ന് മയക്കുമരുന്ന് പിടിക്കുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള ഒരു നെഗറ്റീവായിട്ട് അത് വാർത്ത കൊടുക്കുന്നത്. അവർക്കിത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനുഭവമാണ്. അതുപോലെ തന്നെ വൻകിട വ്യവസായങ്ങൾ അവിടെ ഉണ്ട്. അമൂൽ പോലുള്ള മലയാളിയുടെ സംരംഭം പോലും അവിടെ ഗുജറാത്തിലാണ്. ഇനി നമ്മൾ വലിയ ഫോറിൻ സാധനമാണ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന കുറേ ബ്രാൻഡുകളുണ്ട്. അലൻസോളി, അതേപോലെ തന്നെ പീറ്റർ ഇംഗ്ലണ്ട് പോലുള്ള കുറേ അധികം സംഗതികളുണ്ട്. ഇതൊക്കെ ബിർളയുടെയാണ് എന്ന് എത്ര പേർക്കറിയാം. ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഗുജറാത്തിലാണ് എന്ന് എത്ര പേർക്കറിയാം. നമ്മൾ ബാത്റൂമിൽ കയറി ഇരിക്കുന്ന ക്ലോസറ്റ് പോലും ഉണ്ടാക്കി വിടുന്നത് അങ്ങ് ഗുജറാത്തിൽ നിന്നാണെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പുതുമയില്ല. പക്ഷേ നമുക്കത് പുതുമയാണ്. അതുകൊണ്ടാണ് ഒരു സിനിമയിൽ എന്താ പറയുക, മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ദിലീപിൻ്റെ അച്ഛനായിട്ടുള്ള സായി കുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ചെയ്യാത്തവൻ അത് ചെയ്തപ്പോൾ അത് മറ്റല്ല, അതുകൊണ്ട് ആറാട്ടാണ് എന്ന് പറയത്തില്ല, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യാപിതാവായിട്ടുള്ള പിണറായി വിജയൻ്റെയും കാര്യം. ഇതൊക്കെ നാടാടെ വരുന്ന കാര്യമാണല്ലോ, അപൂർവമായിട്ടൊരു 100 വർഷത്തിനിടയ്ക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അവർക്കത് ഉത്സവം പോലെയാവും, ആറാട്ട് പോലെയാവും. അത് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മറ്റുള്ള സംസ്ഥാനക്കാർക്കൊന്നും ഇതൊന്നും വലിയ പുതുമയല്ല. കാര്യം അവരുടെ ചെറുപ്പകാലത്തും മുൻഗാമികളുടെ കാലത്തുമൊക്കെ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സാമൂഹികമായിട്ടും മറ്റ് കാര്യങ്ങളിലുമൊക്കെ കേരളം കുറച്ച് മുന്നെയാണ്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അതിൽ ഈ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു മേന്മയും പറയാനില്ല. കാരണം ഉപജീവനാർത്ഥം ഗൾഫ് നാടുകളിലും മറ്റ് നാടുകളിലേക്ക് തൊഴിൽ തേടി അലഞ്ഞു പോയി മലയാളി സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യങ്ങൾ വെച്ച് നടത്തിയ സംഗതിയാണ്. അതിൽ ഈ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ പോലും അതിനകത്ത് ഒരു മേന്മയും പറയാനില്ല. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും ഒരു IT കമ്പനി തുടങ്ങാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. ഇവിടെ ഇനി ഈ പറയുന്ന പോലെ മദർഷിപ്പ് വരുന്നു. ഇന്ന് തന്നെ 2000-ഓളം കണ്ടെയ്നർ ഉണ്ട് എന്ന് പറയുന്നു. ഇനി അതെല്ലാം ഇവിടെ ഇറങ്ങുന്നു. കേരളത്തിലേക്ക് വന്നതാണോ അതോ കേരളം വഴി മറ്റെവിടെയെങ്കിലും പോകുന്നതാണോ എന്നറിഞ്ഞൂടാ. എന്തായാലും കേരളത്തിലേക്ക് അത്രയും 2000 കണ്ടെയ്നറുടെ ആവശ്യമൊന്നുമില്ല. കാരണം അതിന് മാത്രം വ്യവസായശാലകളോ കമ്പനികളോ ഒന്നും ഇവിടെ ഇല്ല. സ്വാഭാവികമായിട്ടും മറ്റ് സ്ഥലത്തേക്ക് പോകാനുള്ളതായിരിക്കാം. ഇനി പോട്ടെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാട്, അതായത് ഞാനൊരു കുട്ടനാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, ഈ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ ഒരു ആദ്യ രൂപമുണ്ട്. കേവ് വള്ളം എന്നാണ് പറയുന്നത്. അതിന് കേവ് വള്ളം എന്നാണ് പറയുന്നത്. അന്ന് ഈ മോട്ടറോ എൻജിനോ യമഹയോ ഒന്നുമില്ല. ഈ കഴുക്കോലുകൊണ്ട് ഊന്നിക്കൊണ്ടാണ് വരുന്നത്. അന്നത്തെ കാലത്ത് ഈ ചുടുകട്ട, ഇഷ്ടിക, വെട്ടുകല്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ വീട് പണിയുന്നവർക്കൊക്കെ വേണ്ടി വരും. അത് ചിലപ്പോൾ 3-4 ദിവസം എടുത്തിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്നത്. അപ്പോൾ അവർ ഈ സാധനമെല്ലാം ഓരോരോ സ്ഥലത്ത് അൺലോഡ് ചെയ്യും. തിരിച്ചു പോകാൻ നേരത്ത് ഇവർ ഈ ചാരം, ചാണകം, അതുപോലെ തന്നെ വാഴക്കുല, അങ്ങനെ കുറേ അല്ലറയുള്ള സാധനം എല്ലാം കൂടെ കയറ്റി ഈ കേവ് വെള്ളം ലോഡാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പ് വരുന്നു, 2000-ഓളം കണ്ടെയ്നർ ഇവിടുന്ന് ഇറക്കുന്നു, പല സ്ഥലത്തേക്കായിട്ട് പോകുന്നു. നമുക്ക് എന്തുണ്ട് തിരിച്ച് കയറ്റി വിടാൻ? എന്തുണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറ്റി ആ കപ്പലിൽ വിടാൻ? പിണറായി വിജയനെയും കൂട്ടരെയും കയറ്റി വിട്ടാൽ മതിയോ? അതോ കുറേ ആളുകളെ കയറ്റി വിട്ടാൽ മതിയോ? ശരിക്കും ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്.